ICMR ഡാറ്റാബേസിൽ നിന്ന് 81 കോടി ഇന്ത്യക്കാരുടെ വിവരങ്ങൾ ചോർത്തിയ 4 പേർ പിടിയിൽ. ഡൽഹി പോലീസാണ് പ്രതികളെ പിടികൂടിയത്. അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ FBI-യുടെ വിവരങ്ങളും ചോർത്തിയെന്ന് പ്രതികൾ മൊഴി നൽകി. വിഷ്ണു പ്രസാദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി ഡൽഹിയിൽ നിന്ന്. വിഷ്ണു, ഇപ്പോൾ പിടിയിലായവരിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്? ഇവർ എങ്ങനെയാണ് FBI-യുടെ വിവരങ്ങൾ കൂടി ചോർത്തിയെന്നുള്ള വിവരങ്ങളൊക്കെ ഈ ചോദ്യം ചെയ്യൽ കൂടെ വെളിപ്പെടുത്തിയതാണോ? ജിൻസി, ഒക്ടോബറിലാണ് ഇത്തരത്തിൽ ഇന്ത്യയുടെ ഡാറ്റാബേസിൽ ഒരു സുരക്ഷാ വീഴ്ചയുണ്ടെന്ന് അമേരിക്കൻ ഏജൻസി തന്നെ അറിയിച്ചിരുന്നത്. എന്തായാലും ഇതേക്കുറിച്ച് കഴിഞ്ഞ 2 മാസമായി അന്വേഷണം നടത്തുകയായിരുന്നു. ഈ മാസം ആദ്യമാണ് ഡൽഹി പോലീസിന്റെ സൈബർ വിങ് സ്വമേധയാ ഒരു കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് 4 പേർ പിടിയിലായത്. ഇവർ 10 ദിവസം മുൻപാണ് പിടിയിലായത്. ഈ പിടിയിലായവരിൽ ഒരു ഒഡീഷ സ്വദേശിയും രണ്ട് ഹരിയാന സ്വദേശികളും ഒരു UP സ്വദേശിയുമാണുള്ളത്. ഇതിൽ ഒരാൾ ബിടെക് ബിരുദധാരിയാണ്. ഒഡീഷയിൽ നിന്നുള്ള വ്യക്തി ബിടെക് ബിരുദധാരിയും മറ്റു 2 പേർ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കാത്ത ആളുകളുമാണ്. പക്ഷേ ഇവർ ഒരു ഗെയിമിംഗ് സോഫ്റ്റ്വെയറിലൂടെ അല്ലെങ്കിൽ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇവർ തമ്മിൽ പരിചയപ്പെട്ടത്. പെട്ടെന്ന് പണം സമ്പാദിക്കാനാണ് ഇവർ ഇത്തരത്തിൽ സുരക്ഷാ വീഴ്ച നടത്തി ഇത്തരത്തിലൊരു ഡാറ്റ ലീക്കിംഗ് നടത്തിയത് എന്നാണ് പോലീസ് നൽകിയിട്ടുള്ള വിവരം. അതുമാത്രമല്ല, അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ FBI, അതോടൊപ്പം തന്നെ പാക്, CNIC തുടങ്ങിയവരുടെ വിവരങ്ങളും ഇവർ ചോർത്തിയതായാണ് നമുക്ക് മനസ്സിലാകുന്നത്. ICMR-ലെ 81 കോടി ഇന്ത്യക്കാരുടെ പാസ്പോർട്ട്, ആധാർ വിവരങ്ങളാണ് ഇവർ ചോർത്തിയിട്ടുള്ളത്. ഈ വിവരങ്ങളെല്ലാം തന്നെ ഡാർക്ക് നെറ്റ്, അതായത് ഇന്റർനെറ്റിന്റെ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന പതിപ്പായ ഡാർക്ക് നെറ്റ് വഴി ഇവർ വിൽപ്പനയ്ക്ക് ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഡൽഹി പോലീസിന്റെ കസ്റ്റഡിയിലാണെങ്കിലും ഇവരെ മറ്റ് അന്വേഷണ ഏജൻസികളും ചോദ്യം ചെയ്തു വരികയാണ്. നിലവിൽ കോടതിയിൽ ഹാജരാക്കിയ ഇവരെ കഴിഞ്ഞ ഒരാഴ്ചയായി പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. പോലീസ് കസ്റ്റഡിയിൽ എത്തി തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഇവരെ ചോദ്യം ചെയ്തു വരുന്നുണ്ട്. നേരത്തെ ഈ ICMR-ന്റെ ഡാറ്റ വിവരങ്ങൾ ചോരുന്നുണ്ട് എന്ന തരത്തിലൊരു റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നെങ്കിലും കേന്ദ്ര IT മന്ത്രാലയം ഇത് നിഷേധിച്ചിരുന്നു. അതായത് ഇത് ഡാറ്റ ചോർച്ചയല്ല, ഇതിൽ പൗരന്മാർക്ക് ആക്സസിബിലിറ്റി ഉള്ള ഒരു മേഖലയിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇവർ ഇത്തരത്തിൽ ചോർന്നു പോയിട്ടുള്ളത്. മോഷണമല്ല, അത് ചോർന്നിട്ടുണ്ട്, പക്ഷേ മോഷണമായി അതിനെ കാണാൻ കഴിയില്ല എന്നായിരുന്നു അന്ന് കേന്ദ്ര IT മന്ത്രി രാജീവ് ചന്ദ്രശേഖർ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ചോർന്നിട്ടുള്ള വിവരങ്ങൾ അതീവ ഗുരുതരമുള്ള വിവരങ്ങൾ തന്നെയാണ് എന്ന് ഇപ്പോൾ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. 81 കോടി ഇന്ത്യക്കാരുടെ വിവരങ്ങളാണ് ഇതിൽ ചോർന്നു പോയിട്ടുള്ളത്. അത് പല യഥാർത്ഥ രേഖകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ചോർന്നു എന്ന് പറയപ്പെടുന്ന വിവരങ്ങളും ഈ യഥാർത്ഥ വിവരങ്ങളും ഒന്നു തന്നെയാണ് എന്നും സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ശരി വിഷ്ണു, തുടരുക. എന്തായാലും ICMR ഡാറ്റാബേസിൽ നിന്നാണ് വിവരങ്ങൾ മോഷണം പോയത്. 81 കോടി ഇന്ത്യക്കാരുടെ വിവരങ്ങൾ മോഷണം പോയി. അതുമായി ബന്ധപ്പെട്ടിപ്പോൾ 4 പേരെയാണ് പിടികൂടിയിട്ടുള്ളത്. വിഷ്ണു പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.